ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വൈറ്റിയെക്കുറിച്ചൊന്നുമല്ല നമ്മൾ പറയുന്നത് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്നോട്ടം കാര്യങ്ങൾ ആരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതെന്ന് പറയുന്നത് നമ്മുടെ വിജയ രഹസ്യമാണ് കേട്ടോ. അത് നമ്മുടെ വിജയ രഹസ്യം മറ്റൊരു ആളുമായിട്ട് നമ്മളത് പങ്കുവെച്ച് കഴിഞ്ഞാൽ ഗുണത്തേക്കാൾ അധികം ദോഷമായിരിക്കും നമുക്കുണ്ടാകുന്നത്. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ ഫ്രണ്ട്സിനോടായാലും ചില ആരോടെങ്കിലുമൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അത് നമുക്കൊരിക്കലും അത് ഗുണമായിരിക്കത്തില്ല, നമുക്ക് ദോഷമായിട്ടായിരിക്കും അത് കൂടുതൽ നമുക്ക് തിരിച്ചു കിട്ടുക. അതുകൊണ്ടാണ് പറയുന്നത് ഈ വിജയ രഹസ്യങ്ങളൊന്നും മറ്റാരുമായിട്ട് നമ്മൾ പങ്കുവെക്കരുതെന്ന്. അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മറ്റു ആരുമായിട്ട് നമ്മൾ പങ്കുവെക്കരുത്. അത് ഗുണത്തേക്കാൾ അധികം നമുക്ക് ദോഷമായിട്ടായിരിക്കും നമുക്ക് ബാധിക്കുന്നത്. കാരണം നമ്മുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് നമ്മുടെ ആ സങ്കടം ഒന്നും മായ്ക്കാൻ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചൊക്കെ സങ്കടങ്ങൾ മാറുമെന്നല്ലേ എല്ലാവരും പറയുന്നത്. നമ്മളതൊക്കെ വിചാരിച്ച് നമ്മൾ നമ്മുടെ അടുത്ത സുഹൃത്തിനോടോ ഇങ്ങനെ ആരോടെങ്കിലുമൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴുണ്ടല്ലോ, അത് ഈ 100-ൽ 70% ആൾക്കാരും ഉണ്ടല്ലോ നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും കാണുമ്പോൾ സന്തോഷിക്കാനിരിക്കുന്ന ആൾക്കാരാണ്. അല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, ലോകത്തിൽ 100-ൽ 70% ആൾക്കാരും നമ്മുടെ മറ്റുള്ളവരുടെ കുശുമ്പും അവർ താന്ന് കിടക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന ആൾക്കാരായിരിക്കും ഭൂരിപക്ഷം ആൾക്കാർ. അല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് കറക്റ്റാണ് അല്ലേ? അപ്പം നമ്മുടെ ദുഃഖങ്ങൾ, നമുക്കിങ്ങനെ ദുഃഖങ്ങളുണ്ട്, നമ്മുടെ വീട്ടിലിങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ അവരോട് പറയുമ്പോൾ അവർക്കത് സന്തോഷമേ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് അതിൽ നിന്നും നമ്മുടെ ഒരു ഭാഗം ക്ലിയർ ആയി, നമുക്ക് എന്തായാലും അത്രയും പറഞ്ഞപ്പോൾ ഒരു സന്തോഷമായി, ഇല്ലെങ്കിൽ നമുക്കൊരു സമാധാനമായി, നമ്മുടെ മനസ്സിനെ അത് ഇറക്കി വെച്ചപ്പോൾ ഒരു സമാധാനമായി എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഒരിക്കലും അതങ്ങനെ ചെയ്യരുത്. കാരണം നമ്മുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എന്തായാലും മാക്സിമം ചില ആൾക്കാർക്ക് മാത്രമേ ഉള്ളത് മൈൻഡ്, അവരോടത് പറയുമ്പോൾ ആ ഒരു മൈൻഡിൽ ഇരുന്നിട്ട് അതിനുള്ള റീസണും കാര്യങ്ങളും പറഞ്ഞത് നമ്മളെ ഒന്ന് നേർവഴിക്കില്ലെങ്കിൽ അത് പോട്ടെ, സാരമില്ല, അതൊക്കെ മാറും എന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേർക്ക് മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. മാക്സിമം ആൾക്കാർക്കും അതിനെക്കൊണ്ട് പറ്റത്തില്ല. അവർ നമ്മളോട് അയ്യോ കഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും ഉള്ളുകൊണ്ട് അവർ ചിരിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകൾ കണ്ട് സന്തോഷിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലും ആൾക്കാർ. ജീവിതത്തിൽ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. കൂടുതലും ആൾക്കാർ ഒരു 100-ൽ 70% ആൾക്കാർ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളിൽ സന്തോഷം കാണുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ കമൻറ്റ് എന്താണെന്നൊന്ന് പറഞ്ഞേക്കണേ. മൂന്നാമത്തെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ ഒരിക്കലും മറ്റൊരാളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യരുത്. ഇപ്പം എനിക്കിങ്ങനെ സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നം എനിക്ക് സാക്ഷാത്കരിക്കണം എന്നൊക്കെ നമ്മൾ മറ്റ് ഫ്രണ്ട്സിനോട് ചങ്കുകളോട് അങ്ങനെ ആരുടെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് അവരിൽ നിന്നും മറ്റൊരു അഭിപ്രായം വരും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളാണുള്ളത്. നമ്മുടെ അഭിപ്രായമായിരിക്കത്തില്ല അവർ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഓരോരോ അഭിപ്രായം കേൾക്കുമ്പോൾ നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ നമ്മളെക്കൊണ്ട് പറ്റത്തില്ല. നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലെത്തണം എന്നുള്ള ആ ഒരു സാക്ഷാത്കാരം അവിടെ വെച്ച് മുറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പല ആൾക്കാരാകുമ്പം പല അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് പോകും. അതുകൊണ്ട് ഒരിക്കലും നമുക്കൊരു ലക്ഷ്യങ്ങൾ ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആ ലക്ഷ്യം എന്താണെന്ന് മറ്റൊരാളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാനായിട്ടിരിക്കുക ചെയ്യരുത്. അപ്പം ഇങ്ങനെ ഒരു 3-4 കൂട്ടം കാര്യങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അടിപൊളിയാക്കും നമ്മുടെ ജീവിതം അല്ലേ? അപ്പോൾ ഈ 3-4 കൂട്ടം കാര്യങ്ങൾ നമ്മളൊന്ന് ഓർമ്മയിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ മതി, നമ്മുടെ ജീവിതം സൂപ്പറായിട്ട് മുന്നോട്ട് പോകും. നമുക്ക് എന്ത് വിഷമങ്ങളോ എന്ത് സങ്കടങ്ങളോ ഉണ്ടെങ്കിലും അതെല്ലാം നമ്മുടേതാണ്. അതൊന്നും ഷെയർ ചെയ്യാനുള്ളതല്ല. അത് ഷെയർ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ അത്രയ്ക്ക് നമുക്ക് എന്താ പറയുക, നമ്മളേന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്ന കുറേ ചങ്കുകൾ നമുക്കില്ലേ, അവരോട് മാത്രം ഷെയർ ചെയ്യുക. ഇപ്പം നമ്മൾ എന്തെങ്കിലും മനസ്സിലൊരു കാര്യങ്ങളുള്ളത് നമ്മൾ മറ്റൊരാളോട് ഷെയർ ചെയ്താൽ പോലും നമ്മളോടൊരു ഒരു വൈരാഗ്യമോ ദേഷ്യമോ വരുമ്പോൾ അവരത് നാളെ ഒരു സമയത്ത് അത് തുറന്ന് മറ്റുള്ളവരോടൊക്കെ അത് പറയുമ്പോൾ അത് ഇത്രയും നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാകുമെന്നറിയാം. അതുകൊണ്ട് മാക്സിമം ആരോടും നമ്മുടെ വിജയരഹസ്യങ്ങളായാലും നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതായാലും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യണം, അന്ന് എൻ്റെ ലക്ഷ്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കുക. അതെല്ലാം നമ്മുടേതാണ്, നമ്മുടെ മാത്രമാണ്, നമുക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ടിരിക്കുക. അത് മറ്റുള്ളവരോടൊന്നും നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പം ഈ 2-3 കൂട്ടം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതം സൂപ്പറാകും.